ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും സ്നേഹമുള്ള സേവിക സംഘാംഗങ്ങളെ, ഇന്ന് ഈ ഒരു വാർഷിക യോഗത്തില്, സേവിക സംഘത്തിന്റെ വാർഷിക യോഗത്തില് ദൈവവചനവുമായിട്ട് എനിക്കിവിടെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തട്ടെ. ഞാൻ മർത്തോമ പാരമ്പര്യത്തില്, മർത്തോമ ചേർച്ചിന്റെ പാരമ്പര്യത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ ഇവിടെയുണ്ട്. എനിക്കെന്നും അച്ഛന്റെ സന്ദേശങ്ങൾ വളരെ പ്രചോദനമാണ്. ഞാൻ അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് എൻ്റെ പല മോട്ടിവേഷണൽ ആയിട്ടുള്ള ടോക്സിൽ ഞാൻ അത് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ എൻ്റെ പള്ളിയിൽ നിന്ന് വന്ന മറ്റ് വനിതകൾ എന്നും എനിക്ക് ഒരു മാതൃകയും ഊർജവും പ്രചോദനവും എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവരും അവരുടേതായിട്ടുള്ള കർമ്മ മേഖലയിൽ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നന്മകളും ചെയ്യുന്ന നല്ല ഹൃദയത്തിന് ഉടമയാണെന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ, സർവാധിപനായിട്ടുള്ള, അത്യുന്നതനായ, മരണമില്ലാത്തവനായിട്ടുള്ള ഞങ്ങളുടെ അബ്ബാ പിതാവേ, ഈ ഒരു സുപ്രഭാതത്തിൽ, ഈ ഒരു പ്രഭാതത്തിൽ, നന്മയുള്ള പരിശുദ്ധിയുള്ള ഒരു ദിവസത്തിൽ ദൈവവചനവുമായിട്ട് ഈ ഒരു ആരാധനാലയത്തിൽ നിൽക്കാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തെ നോക്കിക്കൊണ്ട്, യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഈ ജീവിതം ഞങ്ങൾക്ക് ഓടാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ എന്നും രാജാവായിട്ട് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരായിട്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഉയിർപ്പിന്റെ ആഘോഷത്തിൽ ഇരിക്കുന്ന ഞങ്ങൾക്കും എല്ലാ വർഷത്തെയും പോലും ആകാതെ ഈ ഒരു ഈസ്റ്റർ ഞങ്ങൾക്കും യേശുവിനോടൊപ്പം ഉയർത്താനുള്ള ഒരു അവസരമാകാൻ, അതിനുള്ള ഒരു പുനഃപരിശോധനയാവാൻ ഈ ഒരു ധ്യാനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. only in the death of our ego we can have the rise of Jesus. അതുവരെ ആ ഈഗോയുടെ മരണമില്ലാത്തിടത്തോളം നമ്മൾ ആ കുഴിമാടത്തിലും നമ്മൾ കല്ലറയിലുമാണ്. അപ്പോൾ നമ്മുടെ ഈഗോ നശിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി നല്ല ഫലങ്ങൾ കായ്ക്കുന്നവരാവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാം യേശുവിന്റെ ശക്തമായിട്ടുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ അച്ഛനൊക്കെ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ വനിതകൾ എന്ന് പറയുന്നത് നമുക്കെന്നും മാതൃകയും പ്രചോദനവുമാണ്. എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത് കാഴ്ചവെച്ച വ്യക്തികളാണ്. അതായത് ബൈബിളിലെ മെട്രിയാർക്സിനെ നമുക്ക് എടുക്കാം. പൂർവ്വ മാതാക്കൾ സാറ, റെബേക്ക, ലേയ, റാഹേൽ. അതുപോലെ തന്നെ വലിയ വിശ്വാസം കാഴ്ചവെച്ചവരാണ് ഇപ്പോൾ ബൈബിളിൽ നമ്മൾ എടുക്കുന്ന പാപിനിയായിട്ടുള്ള സ്ത്രീ, സമരിയാക്കാരി സ്ത്രീ, ജീസസ് എൻകൗണ്ടർ അറ്റ് യാക്കോബിന്റെ കിണറിലുള്ള സമരിയാക്കാരി സ്ത്രീ, കനാന്യക്കാരി സ്ത്രീയുടെ വിശ്വാസം. ഇതുപോലെ നിരവധി സ്ത്രീകൾ അവരുടെ വിശ്വാസം നമുക്ക് പഴയ നിയമം എടുക്കുകയാണെങ്കിൽ ദെബോറ, റൂത്ത്, എസ്തേർ, ജായേൽ, അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ജിനിയോളജിയിൽ വംശാവലി പട്ടികയിലുള്ളവർ 4 സ്ത്രീകളാണ്. ബത്ശേബ, റഹാബ്, റൂത്ത്, താമാർ. ഇവർക്കൊന്നും യാതൊരു രീതിയിലുള്ള അവകാശവാദം ക്ലെയിം ചെയ്യാനില്ലാത്തവരാണ്. അതായത് വീണ് പോയവർ, തകർച്ചയിലും പരാജയത്തിലും ഉള്ളവരെയാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വേദപുസ്തക മദേഴ്സ് എടുത്ത് നമുക്ക് നോക്കാം. തീർച്ചയായും യേശുവിന്റെ അമ്മ പരിശുദ്ധ കന്യകാ മറിയം, അതുപോലെ തന്നെ സമൂവേലിന്റെ അമ്മ ഹന്ന, സ്നാപക യോഹന്നാന്റെ അമ്മ എലിസബത്ത്. ഇവർ എന്നും നമുക്ക് മാതൃകയാണ്. പുതിയ നിയമത്തിലോട്ട് വരികയാണെങ്കിലോ പ്രിസില്ല, ഇയോദ്യ, ജൂനിയ, ലീഡ്യ, നിംഫ, ഇവരെല്ലാം നമുക്ക് മാതൃകയാണ്. ഇവരെല്ലാം നമ്മുടെ മുന്നിൽ വഴികാട്ടിയായിട്ട് നിൽക്കുകയാണ്, ശക്തമായിട്ടുള്ള. ഇവിടെ ഇന്ന് പ്രഭാതത്തിൽ മേരി മഗ്ദലിന്റെ കാര്യം നമ്മൾ കേട്ടു. അപ്പോ ഇവരുടെ എല്ലാവരുടെയും പാത നമുക്ക് തീർച്ചയായിട്ടും പിന്തുടരാം. എന്നാൽ ഞാൻ ഇന്നെനിക്ക് ഏറെ സ്പർശിച്ച, എൻ്റെ മനസ്സിൽ കൊളുത്തിയ ഒരു വേദഭാഗമാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, ഇപ്പൊ നമ്മൾ വായിച്ചത് സക്കായിയുടേത്, ലൂക്കോസിന്റെ സുവിശേഷത്തിലുള്ളത്. അപ്പൊ അത് എന്നെ സ്പർശിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, നമ്മൾ ഈ പറഞ്ഞ പോലെ കേട്ട് പഴകി തഴമ്പിച്ച് ആയിട്ടുള്ള ഒരു വേദഭാഗമാണ്. പക്ഷെ എന്നെ സ്പർശിച്ച ഒരു ഭാഗം എന്താന്ന് ചോദിച്ചാല്, സക്കായി മുൻപേ ഓടി എന്നുള്ള ഭാഗമാണ്. ഇതില് വിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിഷൻ, നോട്ടം, നമ്മൾ എല്ലാവരും നോക്കുന്നുണ്ട്.
അപ്പൊ നമ്മുടെ ഈ ഒരു നോട്ടം ഇന്ന് ഈ ഒരു ഈ സമയത്ത് ലെറ്റ് us all fix our eyes on Jesus on the cross. നമ്മുടെ കംപ്ലീറ്റ് ശ്രദ്ധ. അപ്പൊ ഇതില് ഇന്നത്തെ ഇവിടെ ഇപ്പൊ അച്ഛനൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് ഇപ്പൊ മതങ്ങൾ എന്ന് പറയുന്നത് ആൾക്കൂട്ടം ആണ് അതിന്റെ ഒരു ലക്ഷണം. പള്ളി അകങ്ങളും ആൾക്കൂട്ടത്തിന്റെ ഒരു അടയാളമാവുകയാണ്. എത്ര പേര് വന്നു, എത്ര പേര് അറ്റൻഡ് ചെയ്തു. അപ്പൊ ആൾക്കൂട്ടത്തിന്റെ ഒരു ഭാഗമാവുകയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും. ആൾക്കൂട്ടത്തിന് ആഴമില്ല, അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന നിലപാടുകൾക്കും ആഴമില്ല. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒഴുക്കിനൊത്ത് പോകുന്നവരാണ് ആൾക്കൂട്ടം. ആളുകൾ കിഴക്കോട്ട് പോയാൽ കിഴക്കോട്ട് പോകും, പടിഞ്ഞാറോട്ട് പോയാൽ പടിഞ്ഞാറോട്ട് പോകും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഇന്നത്തെ സിനിമകളാണെങ്കിലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ആലോചിക്കായിരുന്നു, നോയമ്പ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയം. അപ്പോ പല നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾക്ക് കാരണം നമ്മൾ ദൈവം മുൻപാകെ പ്രാർത്ഥിക്കാതെ ഒന്നാം പ്രമാണ ലംഘനാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ യുവതലമുറ എനിക്ക് തോന്നുന്നു ഒന്നാം സ്ഥാനം കൊടുത്തത് എമ്പുരാനാണ്, രണ്ടാം സ്ഥാനമാണ് തമ്പുരാന് വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ വളർന്നു വരുന്നത്. അപ്പൊ ഇതില് ദൈവത്തെ കാണാനായിട്ട് ഒരു പുരുഷാരം ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഈ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സക്കായി മുൻപേ ഓടി, ആൾക്കൂട്ടത്തിനൊപ്പമല്ല. ഹി റാൻ ബിയോണ്ട് ദ ക്രൗഡ് ആൻഡ് ജീസസ് ലുക്ക്ഡ് അപ്പ്. യേശു മുകളിൽ നോക്കി, സക്കായി ഇറങ്ങി വാ. ആ ലുക്സ് ആണ് ചേഞ്ച് ദ ഓണർഷിപ്പ്. അതുവരെ സക്കായി എന്ന് പറയുന്നത് ധനികനായിട്ടുള്ള ഒരു ചീഫ് ടാക്സ് കളക്ടർ ആയിരുന്നു. താഴെ ഇറങ്ങി വന്നപ്പോ ഹി ബിക്കെയിം ദ സൺ ഓഫ് ഏബ്രഹാം. ശരിക്കും പറയുകയാണെങ്കിൽ സക്കായിയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹി വാസ് എ പേഴ്സണാലിറ്റി, അതായത് ഡ്യുവൽ പേഴ്സണാലിറ്റി, ദ്വന്ദ്വ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. യഹൂദനാണെങ്കിലും റോമൻ സാമ്രാജ്യത്തിനോട് കൂറ് പുലർത്തിയ ഒരു വ്യക്തി. അതായത് നമ്മുടെ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെ പോലെ ചോറ് ഒരു ഭാഗത്താണെങ്കിൽ കൂറ് വേറൊരു ഭാഗത്ത്. ചുങ്കം കളക്ട് ചെയ്ത് റോമൻ സാമ്രാജ്യത്തോട് വിധേയത്വം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. ദ്വന്ദ്വ മുഖമുള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ യേശുവിന്റെ ആ ഒരു നോട്ടം, ജീസസ് ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ്, സക്കായി ഇറങ്ങി വാ. അപ്പോ ഹി വാസ് എ മാൻ, കുഞ്ഞൊരു മനുഷ്യനാണെങ്കിലും ഹി ഹാഡ് ഗ്രേറ്റ് ഫെയ്ത്ത്, എ സ്മോൾ മാൻ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത്. അപ്പൊ ആ യേശുവിന്റെ നോട്ടം ചേഞ്ച് ഹിസ് ഓണർഷിപ്പ്. അതുപോലെ നമുക്കറിയാം, യഹൂദനായിരുന്നെങ്കിൽ കൂടി റോമർക്ക് വിധേയത്വം കൊടുത്ത ഒരു വ്യക്തി. യഹൂദർക്ക് ഒരേ ഒരു പിതാവേ ഉള്ളൂ, അബ്രഹാം. പിന്നെ ആ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി കൊണ്ടാണ് അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിന് വിധേയത്വം കൊടുത്തത്. അപ്പോ യേശുവിന്റെ ആ ഒരു നോട്ടം ഉടമസ്ഥത മാറ്റി. സക്കായിയും ബിക്കെയിം സൺ ഓഫ് ഏബ്രഹാം. ആ ഒരു തിരിച്ചറിവിലോട്ടാണ് നമ്മൾ വരേണ്ടത്. തന്റെ ധനത്തിന്റെ പകുതി അദ്ദേഹം പാവപ്പെട്ടവർക്കായിട്ട് കൊടുത്തു. അപ്പൊ ഇതില് ബൈബിൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2 മാനസാന്തരം പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ധൂർത്തപുത്രന്റെ, മുടിയനായിട്ടുള്ള പുത്രന്റെ, കാലം നേരെയാക്കിയ മനുഷ്യൻ. അതാണ് ധൂർത്തപുത്രന്റെ ഉപമ. സക്കായി ആണെങ്കിൽ ദാഹം നേരെയാക്കിയ മനുഷ്യനാണ്. നമ്മളിൽ പലരും നമുക്ക് തോന്നിയ പോലെയൊക്കെ ജീവിച്ച് നമുക്കാവുന്ന സമയത്ത് പ്രാർത്ഥിക്കാതെ നമ്മുടെ മോഹങ്ങൾക്കും ലഹരികൾക്കും ഒക്കെ പോയി നടന്ന് അത് കഴിഞ്ഞിട്ട് എല്ലാം നഷ്ടപ്പെട്ടപ്പോ, അതായത് ഗതികേട് കൊണ്ട്, വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ദൈവത്തെ വിളിക്കുന്ന പലരും ഉണ്ട്. അതാണ് ധൂർത്തപുത്രന്റെ ഉടമ. അതായത് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ വന്നവൻ. എല്ലാം നഷ്ടപ്പെട്ടപ്പോ അപ്പോഴാണ് സുബോധം വന്നത്. ആയ സമയത്ത് ആര് പറഞ്ഞാലും അനുസരിക്കാതെ മറ്റു പല ലഹരിയുടെയും പാരമ്പര്യമായിട്ടുള്ള വൈകല്യങ്ങളുടെയും അടിമത്തത്തിൽ ജീവിച്ച് കാലം നേരെയാക്കിയ മനുഷ്യൻ, അതാണ് ധൂർത്തപുത്രൻ. ധൂർത്തപുത്രന്റെ കഥ അങ്ങനെയുള്ള ഒരു മാനസാന്തരാണ്. അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കരുത്. അല്ലാതെ തന്നെ നമുക്കറിയാം, സക്കായി ഹി വാസ് എ റിച്ച് മാൻ, ധനികനായിട്ടുള്ള ടാക്സ് കളക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന് ഒന്നിന്റെയും കുറവില്ലായിരുന്നു. എന്നാൽ യേശുവിനെ കാണാനുള്ള ദാഹമാണ് അദ്ദേഹത്തിന് ആ അത്തിമരത്തിന്റെ മുകളിൽ എത്തിച്ചത്. ആ ദാഹമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെയൊക്കെ വീടുകളിൽ, അകലങ്ങളിൽ നമ്മുടെ മക്കൾ വീഴാൻ കാരണം ദൈവസന്നിധിയിൽ വീട് കിടക്കുന്ന
ഒരു പ്രാർത്ഥിക്കുന്ന അമ്മയോ അച്ഛനോ ഇല്ലാത്തത് കൊണ്ടാണ്. അതെനിക്ക് പല അനുഭവങ്ങളിൽ നിന്നറിയാം. അപ്പോ ഇപ്പൊ ഇവിടെ പരാമർശിച്ചതുപോലെ നമ്മുടെ കാലം ചെയ്ത ആ വലിയ ഇടയൻ, മനുഷ്യ സ്നേഹി, സെർവന്റ് ലീഡർഷിപ്പിന്റെ മാതൃകയായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറഞ്ഞു, നമ്മൾ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഉയിർപ്പാണ് ജീവിതത്തിന്റെ അനശ്വരത. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മളെല്ലാരും പാതി മയക്കത്തിലും പാതി ഉറക്കത്തിലും സ്വപ്നാടരെ പോലെ സ്വപ്നം കണ്ടൊക്കെ നമ്മള് പല രീതിയിലുള്ള ഈ ശുശ്രൂഷ, ഈസ്റ്ററുടെയും ദുഃഖവെള്ളിയിലും ഒക്കെ പാതി ഉറക്കത്തിലും മയക്കത്തിലും ഒക്കെ നമ്മൾ എല്ലാ വർഷവും ഈസ്റ്ററും ദുഃഖവെള്ളിയും ഒക്കെ കൊണ്ടാടുന്നുണ്ട്. പക്ഷെ ഒരു തവണയെങ്കിലും നമ്മൾ ഉയർത്തെഴുന്നേറ്റോ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി തീർച്ചയായിട്ടും, പക്ഷെ നമ്മൾക്കൊരു ഉയിർപ്പുണ്ടായിട്ടുണ്ടോ? ഞാനും മർത്തോമ ഫെയ്ത്തില് ജനിച്ച് വളർന്ന് ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു തവണയെങ്കിലും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതെങ്ങനെ സാധിക്കും? only with the death of our ego. അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് അതാണ് ഒരു ഏറ്റവും വലിയ തടവറ. അതിൽ അസൂയ, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, മത്സരം, ഒരു ഇൻടോളറൻസ്, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു രീതിയിലുള്ള തെറ്റായിട്ടുള്ള ആദർശങ്ങളുടെ പിന്നാലെ പോകുന്നത്. അപ്പോ ഈ വെള്ള പൂശിയ കുഴിമാടങ്ങൾ പോലെയാണ് നമ്മൾ. പിന്നെ എങ്ങനെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും? പത്രോസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായത് യേശുക്രിസ്തു തിരിഞ്ഞു നോക്കിയപ്പോഴാണ്. when he turned, ഒന്നാമത്തെ ലുക്ക്, ജീസസ് ലുക്ക്ഡ് അപ്പ്. അപ്പോ the look that changed the ownership. പത്രോസിന് ഒരു ഉയർത്തെഴുന്നേറ്റം ഉണ്ടായപ്പോ യേശുക്രിസ്തു തിരിഞ്ഞു നോക്കിയെന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ പലരുടെയും നോട്ടത്തിൽ നിന്നും പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇന്ന് നമ്മുടെ സങ്കടവശാൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് നോക്കിയാലും അല്ലെങ്കിൽ ഭർത്താവിന്റെ മുഖത്തോട്ട് ഭാര്യ നോക്കിയാലും ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, അല്ലെ? നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയുടെയും പല രീതിയിലുള്ള അടിമത്തത്തിലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും പരസ്പരം മനസ്സിലാകുന്നില്ല. നമ്മുടെ നോട്ടങ്ങളൊക്കെ ഒരു അർത്ഥവും ഇല്ല, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. യേശുക്രിസ്തു സമരിയക്കാരി സ്ത്രീയുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ തന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാം പറഞ്ഞു. അതാണ് നോട്ടം, അതാണ് വിഷൻ. അതെങ്ങനെ സാധിക്കും? അത് തീർച്ചയായിട്ടും ആഴമേറിയ ഒരു ദൈവികമായിട്ടുള്ള ചിന്തയിൽ നിന്നും പഠനത്തിലും ഒക്കെ നമുക്കത് സാധിക്കത്തുള്ളൂ. അപ്പോ ഈ പത്രോസിന്റെ ആ ഒരു നോട്ടം, യേശു തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലുക്ക് ദാറ്റ് ട്രാൻസ്ഫോം ഫോൾസ് ടു റിഡംഷൻ. വീഴ്ചകളെ വീണ്ടെടുപ്പാക്കിയ ഒരു നോട്ടമാണ്. കാരണം പത്രോസ് 3 തവണ തള്ളി പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി എന്ന് മനസ്സിലായി. ഫോൾസ്, വീഴ്ചകളെ വീണ്ടെടുപ്പ്, റിഡംഷൻ ലോട്ട് മാറ്റിയതാണ് യേശുവിന്റെ രണ്ടാമത്തെ നോട്ടം. ഇനി യേശുവിന്റെ മൂന്നാമത്തെ നോട്ടം എന്ന് പറയുന്നത് പാപിനിയായിട്ടുള്ള സ്ത്രീ. പാപിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ പുരുഷാരം കൊണ്ടുവന്നപ്പോൾ യേശുക്രിസ്തു കുനിഞ്ഞാണ് നോക്കിയത് ഇങ്ങനെ. അപ്പൊ അതില് കുറ്റപ്പെടുത്തലുകളെ, കുറ്റബോധം, അതായത് ലുക്സ് ദാറ്റ് ചേഞ്ച് ദി അക്യൂസേഷൻ ടു റിപ്പന്റൻസ്. ഇതാണ് തേർഡ് ലുക്ക്. പാപിനിയായിട്ടുള്ള സ്ത്രീയെ യേശു എങ്ങനെയാ നോക്കിയത്? കുനിഞ്ഞു നോക്കി. കാരണം അത്രയും നമ്മൾ ഇന്ന് ചെയ്യുന്ന അതാണ്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മറ്റുള്ളവരെ യാതൊരു ദയയില്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ന്യൂസ് അവറിന്റെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ വിധി പറഞ്ഞു കഴിഞ്ഞ ഒരു ചർച്ചയാണ്. കുറ്റം പറയുക, ക്രിട്ടിസൈസ്, പരാതിയും പിറുപിറുക്കലും ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാമത്തെ ഈ ഒരു നോട്ടം എന്ന് പറയുന്നത് യേശുവിന്റെ കുനിഞ്ഞു നോക്കി. അത് കുറ്റപ്പെടുത്തലുകളെ, കുറ്റബോധം, ഈ തെറ്റ് ചെയ്യാത്തവരാരാന്നുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ പിന്നെയും കൊണ്ടുവരികയാണ് ആൾക്കൂട്ടങ്ങളുടെ. പീലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അത് തിന്മയുടെ സിന്ദാബാദ് വിളിച്ച ആൾക്കൂട്ടമായിരുന്നു. പാപിനിയായിട്ടുള്ള സ്ത്രീയുടെ കൂടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അവരും തിന്മയ്ക്ക് വേണ്ടി ലോത്തിന്റെ ഓശാന ഞായറിലും ജൈവിളി വിളിച്ച ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോഴും ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ജീസസ് വാസ് എ പേഴ്സൺ ഹു കുഡ് സീ ബിയോണ്ട്. അതുകൊണ്ട് തന്നെ ജെറൂസലേമിനെ ഓർത്ത് കരയുകയാണ് ഉണ്ടായത്. ദാറ്റ് ഈസ് ദ വിഷൻ. അപ്പൊ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, മോബ്.
നിങ്ങൾക്കറിയാലോ, ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് വയലൻസ് ആളുകള് 30 ആള് കൂടി വേണമെങ്കിൽ ഒരു മലമ്പാമ്പിനെ കൊല്ലും. അന്ന് ഒരാൾക്ക് ചിലപ്പോൾ ഒരു എലിയെ കൊല്ലാൻ വരെ പേടിയായിരിക്കും. ആ ആൾക്കൂട്ടത്തിൽ എന്ത് ആക്രമണവും വയലൻസും കാണിക്കുന്നവരാണ് നമ്മൾ. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ പറയും, അയ്യോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ മറ്റുള്ളവരായിട്ട് കൂട്ടുമ്പോഴാണ് അതായത് മറ്റുള്ളവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ആൾക്കൂട്ടത്തിലാണ് എല്ലാ അപകടങ്ങളും വരുന്നത്. അപ്പൊ ഈ ആൾക്കൂട്ടം, പുരുഷാരം എന്ന് പറയുന്നത് നല്ല ഒരു അടയാളമല്ല. അത് നമ്മൾ ഇന്ന് ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ മതങ്ങൾ എന്ന് പറയുന്നത് എത്ര പേര് വന്നു, എത്ര പേര് അറ്റൻഡ് ചെയ്തു, നമ്മളുടെ പെരുന്നാളുകൾക്കൊക്കെ എത്ര പേര് വന്നു എന്നുള്ളതാണ് ഇന്നത്തെ സ്പിരിച്വാലിറ്റിയുടെ ഗ്രാഫ് മെഷർ ചെയ്യുന്നത്. പക്ഷെ എത്ര പേർക്ക് ഒരു മാനസാന്തരം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ പകൽക്കാലം ചിന്തിക്കേണ്ടത്. അപ്പോ ഇതില് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സക്കായിയുടെ എക്സാമ്പിൾ തന്നെ ഞാൻ പറയുന്നു. ഇറ്റ് വാസ് ദ പ്രഷർ ഓഫ് ദ സ്പിരിറ്റ്, അതായത് ആ ദാഹമാണ് സക്കായിയെ മാനസാന്തരത്തിലോട്ട് കൊണ്ടുവന്നത്. ധൂർത്തപുത്രന്റെ ഉപമയിലാണെങ്കിൽ ഇറ്റ് വാസ് ദ പ്രഷർ ഓഫ് ദ സിറ്റുവേഷൻ, അതായത് ആവുന്ന കാലത്ത് തോന്നുന്ന പോലെയൊക്കെ ജീവിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് കാലം നേരെയാക്കിയ മനുഷ്യൻ. എല്ലാം കഴിഞ്ഞ് പിന്നെ വേറെ എല്ലാ വഴികളും അടച്ച് വഴിമുട്ടി നിന്നപ്പോൾ ക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തി. അപ്പൊ അങ്ങനെ ആകാതെ നമ്മുടെ ഇന്നത്തെ നോട്ടം എങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ നോട്ടം നമ്മൾ മനസ്സിലായി, ഹി ലുക്ക്ഡ് അപ്പ്, ദ ലുക്ക് ദാറ്റ് ട്രാൻസ്ഫോംഡ് ദി ഓണർഷിപ്പ്. റോമൻ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥതയിൽ നിന്ന് സൺ ഓഫ് ഏബ്രഹാമിലേക്കുള്ള ആ നോട്ടം, യേശുവിന്റെ നോട്ടം. രണ്ടാമത്തെ നോട്ടം, ഈശോ പത്രോസിനെ തിരിഞ്ഞു നോക്കി. അതാണ് ലുക്സ് ദാറ്റ് ഫ്രം ദ ഫോൾസ് ടു റിഡംഷൻ, വീഴ്ചയിൽ നിന്നും വീണ്ടെടുപ്പ്. മൂന്നാമത്തെ നോട്ടം എന്ന് പറയുന്നത് പാപിനിയായിട്ടുള്ള സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ യേശു കുനിഞ്ഞു നോക്കി. ആ കുറ്റപ്പെടുത്തലുകളെ, അക്യൂസേഷൻസ്, കുറ്റബോധം റിപ്പന്റൻസ് ആക്കിയത്. അപ്പൊ നമ്മുടെ ഭവനത്തിൽ ഇന്ന് എനിക്കറിയാം, നമ്മുടെ ആരാധന, നമ്മുടെ മക്കളോടുള്ള സമീപനം, ഇതെല്ലാം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നല്ല നല്ല ബന്ധങ്ങൾ. എന്നെ വിശുദ്ധ ബൈബിളില് ഏറെ സ്വാധീനിച്ച ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഡേവിഡും ജോനാഥാന്റെ ഫ്രണ്ട്ഷിപ്പ്. കാരണം ജോനാഥാൻ എന്ന് പറയുന്നത് ഒരു രാജകുമാരൻ, കിരീടാവകാശി ആയിട്ടും കൂടി ദാവീദിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ഒരു ഫ്രണ്ട്ഷിപ്പ്, യാതൊരു കളങ്കവും ഇല്ലാത്ത നിർമ്മലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. മോശയും അഹ്റോനും, യേശുവും യോഹന്നാനും, നവോമിയും റൂത്തും, ഇതൊക്കെ എന്നും നമുക്ക് മാതൃകയാവണം. ഈ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ വേറൊരു സത്യം കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും വൈകിയിട്ടില്ല. കാരണം ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്, ഞാൻ നിരവധി പുസ്തകങ്ങളൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ബൈബിൾ ആണ് എനിക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥം. കാരണം ഏതൊരു വ്യക്തിയുടെയും ജയങ്ങളും പരാജയങ്ങളും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ല. അപ്പൊ അതില് ശരിക്കും ഇപ്പൊ ദാവീദിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ദാവീദ് എപ്പോഴും യേശുവിനെ സംബോധന ചെയ്യുന്നത് തന്നെ സൺ ഓഫ് ഡേവിഡ് എന്നാണ്. എന്നാൽ ഇത്രയും അധികം വീഴ്ചകൾ സംഭവിച്ച ഒരു വ്യക്തി വേറെ ഇല്ല. പക്ഷെ ദാവീദിനെ ആ യേശുവിന്റെ വംശാവലി പട്ടികയിലാക്കിയത് യേശുവിനോടുള്ള അന്ധമായിട്ടുള്ള, യുക്തിയില്ലാത്ത, ചോദ്യം ചെയ്യാത്ത ഒരു വിശ്വാസമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ്. അന്തമില്ലാത്ത, യുക്തിയില്ലാത്ത ഒരു വിശ്വാസം. അപ്പൊ നമ്മുടെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണം നമ്മളെല്ലാം ബുദ്ധി കൊണ്ട് റാഡിക്കലി ചിന്തിക്കുന്നത് കൊണ്ടാണ്. പിന്നെ രണ്ടാമതായിട്ട് ദാവീദിന്റെ ദൈവ പദ്ധതികളെ ദാവീദ് ചോദ്യം ചെയ്തില്ല. ചോദ്യം ചെയ്യാതെ എല്ലാം അനുസരിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ മൂന്നാമത്, സൗളിൽ നിന്നുള്ള വേട്ടയാടലുകൾ, അദ്ദേഹം മരുഭൂമിയിലും ഒക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്ന സമയത്താണ് ദാവീദിന്റെ സങ്കടങ്ങളാണ് സങ്കീർത്തനങ്ങളായത്. പിന്നെ നാലാമത് ദാവീദിന്റെ ആരാധനയാണ്, ആരാധനയ്ക്ക് കൊടുത്ത സ്ഥാനം.
ശരിക്കും ഞാൻ മനസ്സിലാക്കുകയാണ്, ആരാധനയിലെ അപാകതകളാണ്. അതായത് മലാക്കി പ്രവചനത്തിൽ, മലാക്കി പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ആരാധനയിലെ അപാകതകൾ, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിനെ മലിനമാക്കിയെന്ന്, മ്ലേച്ഛമായിട്ടുള്ളതിനെയും മുടന്തിനെയും ഒക്കെ കൊണ്ട് സമർപ്പിച്ച്. അതിനുശേഷം സ്നാപക യോഹന്നാൻ ആ ഒരു ഇതിലോട്ട് വരുന്നവരെ സക്കറിയ പുരോഹിതനിലോട്ടാണ് പിന്നീട് ഒരു പ്രൊഫറ്റിക് ഗൈഡൻസ് വരുന്നത്. ആ 400 വർഷത്തെ നിശബ്ദത, സൈലൻസ്, അതിന് കാരണം ആരാധനയിലെ അപാകതകളാണ്. കാരണം ഞാൻ പറയാം. ഇപ്പോ ഇവിടെ മർത്ത, മറിയ, ലാസറിന്റെ പെങ്ങളായിട്ടുള്ള മറിയ, ആ ബെഥാനിയയിലെ അനോയിന്റിങ്, ആ ഒരു സമയത്ത്, തൈലാഭിഷേക സമയത്ത്, ഷീ ബ്രോക്ക് ദ ജാർ, അൽബാസ്റ്റർ ജാർ, ആ വില കൂടിയ ശുദ്ധമായിട്ടുള്ള നാർദിൻ സുഗന്ധ തൈലം യേശുവിന്റെ പാദത്തിങ്കൽ ഒഴിച്ച് അഭിഷേകം ചെയ്യാൻ, ഒന്നും മിച്ചം വെക്കാതെ ഏറ്റവും നല്ലതാണ് തന്റെ കർത്താവിന് കൊടുത്തത്. പിന്നീട് നമ്മൾ അതിൽ താഴെ വായിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പാഴ്ചെലവ് എന്നൊക്കെ യൂദാസ് പറയുന്നത്. ഇത് എന്തിനാണ്? അപ്പൊ നമ്മുടെ ആരാധനയും 2 ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്, മറിയത്തിന്റെ ആറ്റിറ്റ്യൂഡും യൂദാസിന്റെ ആറ്റിറ്റ്യൂഡും. നമ്മൾ ഏറ്റവും മോശപ്പെട്ടുള്ള രീതിയിലും ആരാധനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഫുൾ നമ്മുടെ സമർപ്പണം കൊടുക്കാതെ യേശുവിന് ഇതിനൊക്കെ യോഗ്യതയുണ്ടോ, അർഹതയുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും തനിക്കുള്ള എല്ലാം ആണ് മറിയ സമർപ്പിച്ചത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്, ദൈവമേ, മറിയം സ്നേഹിച്ചതുപോലെ കർത്താവിനെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കണേ. കാരണം ഒന്നും മിച്ചം വെക്കാതെ എല്ലാം, തനിക്കുള്ളത് എല്ലാം കൊടുത്ത് ഉള്ള ആ പുണ്യമായിട്ടുള്ള സ്നേഹം. അപ്പോ ഇതുപോലെയുള്ള ആരാധന, മറിയം ആരാധകയായിരുന്നു, മർത്ത ഭക്തയായിരുന്നു. അപ്പൊ ഈ ആരാധനക്കാർക്ക് ദൈവത്തെ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. തന്റെ സഹോദരനായിട്ടുള്ള ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ മർത്ത പറയുന്നുണ്ട്, ദൈവമേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു വരുന്നില്ല, പക്ഷെ മറിയം ഓടിപ്പോയി ഇതേ സെന്റൻസ് തന്നെയാ പറഞ്ഞത്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പക്ഷെ മറിയം പറഞ്ഞതാണ് കർത്താവിനെ ചലിപ്പിച്ചത്. അതാണ് ഭക്തരും ആരാധകരും തമ്മിലുള്ള വ്യത്യാസം. ആരാധനയാണ് നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഫറവോയോട് മോശ പറഞ്ഞതും അത് തന്നെയാണ്, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ആരാധിക്കുന്നവന് വേണ്ടി ദൈവം എന്തും ചെയ്യും. നമ്മൾ 1-ാം സ്ഥാനം. ഇന്ന് ഐഡലട്രി, വിഗ്രഹാരാധന എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന വിഗ്രഹം, പുറമേയുള്ള വിഗ്രഹമല്ല, നമ്മൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സമ്പത്ത്, അധികാരം. നമ്മൾ എന്തിനാണ് ഒരു സ്ഥാനം കൊടുക്കുന്നത്? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, മറ്റ് അഡിക്ഷൻസ്, തഴക്കദോഷങ്ങൾ, ഇതാണ് ഏറ്റവും വലിയ വിഗ്രഹം. ഈ വിഗ്രഹങ്ങൾ ഉടയ്ക്കാതെ നമ്മളിൽ തന്നെ മുങ്ങിയിരിക്കുകയാണ്. ഞാൻ 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 എന്ന ഭാവം നമ്മളിൽ തന്നെ മുങ്ങി കുളിച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് എങ്ങനെ ഒരു ഇടം കൊടുക്കും, ഇടം കിട്ടും? നമ്മളെപ്പോഴും എൻ്റെ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മളെ കൊല്ലാതെ, ആ ഈഗോയെ കൊല്ലാതെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ സ്ത്രീകളോട് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ടൊക്കെ പറയാനുള്ളത് അതാണ്. അകലങ്ങളിൽ നമ്മളുടെ മക്കൾ വീണു പോകാതിരിക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ വീണ് കിടക്കണം. നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ, വീടിന്റെ കഥയിൽ ഒരു നല്ല അമ്മയുണ്ടോ, ഒരു നല്ല അപ്പനുണ്ടോ? അപ്പോ നമ്മൾ ഈ ഒരു നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള സമർപ്പണമാണ് നമ്മൾ ദൈവത്തിന് കാഴ്ചവെക്കുന്നത്? നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു പാഷൻ വീക്കിന്റെ ആ ഒരു സമയത്ത് നമ്മൾ വായിച്ചു, ഓശാന ഞായർ മുതലുള്ള ദൈവം അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ കൊളുത്തിയ ഒരു ഭാഗമാണ്. അതായത് അത്തിവൃക്ഷത്തെ ശപിച്ചപ്പോൾ അതിലൊരു സെന്റൻസ് ഉണ്ടായിരുന്നു, അത്തി ഫലം തരാത്ത കാലമായിട്ട് കൂടി അത്തിവൃക്ഷത്തെ ശപിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ, അത്തിഫലം തരാത്ത കാലത്ത് എന്തിനാണ് യേശു അങ്ങനെ പോയി ചോദിച്ചത്? പക്ഷെ അതിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എല്ലാം നല്ല രീതിയിൽ നമ്മളെ എല്ലാവരും പൊക്കി പറയുക, പ്രൈസ് ചെയ്യുക, അക്നോളജ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് നല്ല ഫ്രൂട്ട്സ് തരാം. പക്ഷെ നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, ദ്രോഹിക്കുമ്പോൾ, ആ സമയത്ത് നല്ല ഫലങ്ങൾ കാഴ്ചവെക്കണമെന്നാണ് ദൈവം ഉദ്ദേശിച്ചത്. അതാണ് നമ്മുടെ ഭക്തന്റെ വെല്ലുവിളി. ദാറ്റ് ഈസ് അവർ ചാലഞ്ച്.
നല്ല കാലത്ത് എല്ലാവർക്കും നല്ല ഫലങ്ങൾ തരാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുകയപ്പോ എന്നെ എല്ലാവരും പൊക്കി പറയുന്നു, അപ്പൊ എനിക്ക് നല്ല ഫ്രൂട്ട്സ് തരാം. പക്ഷെ എന്നെ ഉപദ്രവിക്കുകയും പ്രൊവോക്ക് ചെയ്യുകയും വേട്ടയാടുകയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴും എന്റെ വിശ്വാസം നഷ്ടപ്പെടാതെ, എന്റെ വേദനയിൽ നിന്ന് സംസാരിക്കാതെ, എന്റെ മനസ്സിനെ ബിറ്ററാക്കാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് നല്ല ഫലം. അതാണ് നല്ല ഫലം. അങ്ങനെയുള്ള നല്ല ഫലങ്ങൾ ആണ് അത്തിവൃക്ഷത്തെ ശപിച്ചു എന്നുള്ളതിൽ അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നിട്ടും കൂടെ ഇപ്പൊ നമുക്ക് എല്ലാവിധത്തിലുള്ള അവസരങ്ങൾ, അനുഗ്രഹങ്ങൾ, ആനുകൂല്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം ദൈവം തന്നിട്ടും ധൂർത്തപുത്രനെ പോലെ നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. എന്തിന്? കാലം നേരെയാക്കാൻ. നമുക്ക് ആഗ്രഹം കൊണ്ടല്ല, കാലം നേരെയാക്കാൻ. അല്ലാതെ തന്നെ സക്കായിയെ പോലെ ദാഹം നേരെയാക്കുന്ന മനുഷ്യരായി നമ്മുടെ കുടുംബത്തിനും വീടിനുമൊക്കെ നമ്മൾ ഒരു അനുഗ്രഹമാവുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ വിശുദ്ധ കുർബാന വ്യാഴാഴ്ചയിലോട്ട് വന്നപ്പോൾ എന്നെ ഏറെ സ്പർശിച്ച ഒരു ഭാഗമാണ്. അതായത് യേശു ഹി വാസ് ദ പേഴ്സൺ ഹു വാഷ് ദ ഫീറ്റ് ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്. സെർവന്റ് ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയൊരു മാതൃകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലും ഒക്കെ പല രീതിയിലുള്ള വഴക്കുകളും തർക്കങ്ങളും ഒക്കെ വരുമ്പോ നമ്മൾ ഒന്ന് തലകുനിച്ചാൽ, ഒന്ന് തോറ്റുകൊടുത്താൽ, ഒന്ന് വിട്ടുകൊടുത്താൽ, ഒന്ന് ക്ഷമിച്ചാൽ, ഒന്ന് മറന്നാൽ കഴിയാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ. പക്ഷെ അതിന് നമ്മൾ മുതിരാതെ, തയ്യാറാവാതെ ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ള വാശിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോ ഈ ഒരു വ്യാഴാഴ്ച സമയം യേശുവിന്റെ ടേബിളിൽ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു എന്ന് അറിഞ്ഞിട്ടും കൂടെ യൂദാസിനെയും കൂടെ ആ ടേബിളിലോട്ട് വിളിച്ചു. അപ്പോൾ ഇന്ന് നമുക്കറിയാം, കുടുംബ ബന്ധങ്ങളാണ് ഏറെ തകരുന്നത്. കുടുംബത്തിനകത്താണ് ഇന്ന് ശത്രു ഉള്ളത്. ഇപ്പോ മാതാപിതാക്കൾ തമ്മിലാണെങ്കിലും മക്കൾ തമ്മിലാണെങ്കിലും ഒക്കെ വളരെയധികം ഭിന്നത, ശത്രുത, കലഹം ഏറെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോ അതിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു ധ്യാനം, ഈ വചന ധ്യാനം, നമ്മുടെ ഇന്നത്തെ നോട്ടം ദൈവത്തിലോട്ടാകുമ്പോൾ, യേശുവിലോട്ടാകുമ്പോൾ അത് നമുക്ക് ഈ ഈസ്റ്റർ കഴിഞ്ഞതുപോലെ നമുക്കും യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും നമ്മുടെ സഹനങ്ങളെ, നമ്മുടെ വേദനകളെ, നൊമ്പരങ്ങളെ, ഞെരുക്കങ്ങളെ, എനിക്കറിയാം ഇന്നിവിടെ ഇരിക്കുന്ന പലരും അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല വെല്ലുവിളികളും തകർച്ചയും നഷ്ടവും ഒക്കെ നേടിയെടുത്ത് അതൊക്കെ അതിജീവിച്ച് വലിയ വാറിയേഴ്സ് ഒക്കെ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ യേശുക്രിസ്തു ഒരിക്കലും ബൈബിളിൽ പറഞ്ഞിട്ടില്ല നമുക്ക് സഹനങ്ങൾ ഉണ്ടാവില്ല, ദുഃഖങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ സഹനങ്ങളിൽ യേശു കൂടെയുണ്ട്, ഒപ്പമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും, ഞാൻ വണ്ടി ഓടിക്കുമ്പോഴും എപ്പോഴും ഞാൻ പല കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറെ മനസ്സിന് ആശ്വാസവും ഊർജവും തരുന്ന, ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ചിത്രമാണ്. അതായത് പത്രോസ് യേശുവിൻ്റെ കൂടെ ആ വെള്ളത്തിൻ മീതെ ആളി ഗർജിക്കുന്ന ആ തിരമാലകളുടെ കൂടെ പത്രോസ് നടന്നു വരുമ്പോൾ സ്വാഭാവികമായി പത്രോസ് സംശയിച്ച് വീഴുന്ന സമയത്ത് യേശു കൈ നീട്ടിക്കൊടുത്ത് പത്രോസിനെ പിടിച്ച് അവർ ഒരുമിച്ച് നടന്നു പോകുന്നത്. ഇത് ഞാനും സിംബോളിക്കലി എൻ്റെ കൈ നീട്ടിക്കൊടുക്കാറുണ്ട്. ദൈവമേ എന്നെ സഹായിക്കണേ, എന്നെ കൈവിടരുതേ, കരുണ ഉണ്ടാവണമേ എന്നുള്ളത്. ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും സഹനങ്ങളുണ്ട്. സഹനങ്ങളിൽ യേശു കൂടെ ഉണ്ട്. ആ ഒരു ചിന്ത നമ്മളോട് ഒപ്പം എപ്പോഴും ഉണ്ടാവണം. അല്ലാതെ നമ്മളത് ഗിവ് അപ്പ് ചെയ്തിട്ട് എല്ലാ ഹോപ്പും പ്രതീക്ഷയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇനി വേറൊരു പരിഹാരമില്ല, വേറൊരു വഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുകയല്ല വേണ്ടത്. കാരണം ഈ ഒരു കുഞ്ഞു ജീവിതം എന്ന് പറയുന്നത് എത്ര പേരുടെ ഒരു സ്വപ്നമാണ് അല്ലെ? ഈ ഒരു ലൈഫ് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ജേണിയാണ്. നമ്മളെല്ലാവരും ഒരു കാലത്ത് മരിക്കും. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടില് മരണം അറിയാത്ത ഒരു വ്യക്തി പോലും ഇല്ല. അപ്പൊ ഈ വേർപാടാണ് നമ്മളെ ആ യേശുവിലോട്ടുള്ള സ്നേഹത്തിലോട്ട് കൂടുതലും അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മുടെ ദുഃഖത്തിലും സഹനത്തിലും ഒക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നാണ്. അപ്പോ പ്രത്യേകിച്ച് ഈ ഒരു ആൾക്കൂട്ടമായി നമ്മൾ ഈ ഒരു ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ പിന്നെയും എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ മനസ്സിൽ കൊളുത്തിയിടണ്ട, പിൻ ചെയ്യാന്ന് പറയുന്നത്, പിൻ ചെയ്തിടുക മെസ്സേജ്. അതായത് ആൾക്കൂട്ടത്തിന് മീതെ സക്കായി മുൻപേ ഓടി
നമ്മൾ ഇവിടെ ഇന്നൊരു ആൾക്കൂട്ടമായിട്ട് ഈ ശാലേം മർത്തോമ പള്ളി ആൾക്കൂട്ടമായിട്ടിരിക്കാതെ നമ്മളെ ഓരോരുത്തരെയും തൊടുന്ന, സ്പർശിക്കുന്ന, ഉണർത്തുന്ന യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മൾ മടങ്ങാൻ. അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങളും നമ്മുടെ ആരാധനയും ഒക്കെ വെറുതെ ഒരു ആൾക്കൂട്ടവും പുരുഷാരവും അതിന്റെ ഭാഗമാകും. അപ്പൊ നമ്മൾ ഓരോരുത്തരിലും ദൈവം വലിയൊരു പദ്ധതി, വലിയൊരു അനുഗ്രഹം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ കാണുക, ഇത് നമ്മൾ തിരിച്ചറിയുക. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പോ ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ ഒരു ഈസ്റ്റർ ഉണ്ടെന്ന് പറയുന്ന പോലെ, വിതൗട്ട് ടേക്കിംഗ് ദ ക്രോസ് വി കനോട്ട് പുട്ട് ദ ക്രൗൺ. ഇന്ന് വേദനകൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന സംഹാരികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു തലമുറയാണ്. അതുമല്ല, ഇന്ന് എനിക്കറിയാം പേരന്റിങ് ഒക്കെ നമുക്ക് വലിയ വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ മക്കളെ നേരായ രീതിയിൽ വളർത്താനും ഒക്കെ വലിയ ചലഞ്ച് ഒക്കെ തന്നെയാണ്. പക്ഷെ അത് ദൈവസന്നിധിയിൽ ഇമ്പോസിബിൾ അല്ല. അപ്പോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടില് ഇപ്പൊ മോശ സീനായ് മലമുകളില് കൈ ഉയർത്തി നിർത്തിയപ്പോഴൊക്കെ ഇസ്രായേൽ മക്കൾ ജയിച്ചു. നമ്മുടെ വീടുകളിൽ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അകലങ്ങളിൽ ഒരിക്കലും നമ്മുടെ മക്കൾ വീഴില്ല. ഇന്ന് ഞാൻ ഉറച്ചു പറയുന്നു, എന്റെ വിശ്വാസത്തിൽ, ഞാൻ വളർന്നു വന്ന വിശ്വാസത്തിൽ, ഇന്നത്തെ മൈഗ്രേഷന് ഒരേ ഒരു കാരണം, നമ്മുടെ കഥ, നമ്മുടെ നറേറ്റീവ്, നമ്മുടെ സ്റ്റോറി നമ്മുടെ മക്കളോട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ നയിച്ച വഴിയും സത്യവും ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് അവർ വേറെ ഒരു നാട്ടിൽ അവരുടെ ദൈവങ്ങളുടെയും അവരുടെ ഒരു ഐഡന്റിറ്റിയുടെ ആ ഒരു ഭാഗമായി ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. കാരണം നമ്മുടെ കഥ, നമ്മുടെ നാട്, നമ്മുടെ ദൈവം, ഇത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് ഇമ്പോസിബിൾ ഒന്നുമല്ല. നമുക്ക് ദൈവസന്നിധിയിൽ മക്കൾ വീണ് പോകാതിരിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ വീണ് കിടക്കാം. അതാണ് മാതാപിതാക്കൾ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഏക ഒരു കർത്തവ്യം. കാരണം മോശ കൈ ഉയർത്തിയപ്പോഴൊക്കെ ഇസ്രായേൽക്കാർ അമലേക്യർക്കെതിരെ ജയിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ മക്കളും നമ്മുടെ തലമുറയ്ക്കുമൊക്കെ ഒരു ജയം, സാത്താന്റെ മേലുള്ള ജയം ഉണ്ടാവണമെങ്കിൽ യേശുവിന്റെ ആ ഒരു സംരക്ഷണ കവചം, നമുക്കറിയാം സാത്താൻ നമ്മളെ കൊല്ലാനായിട്ട് അലറി നടക്കുന്ന ഒരു സിംഹം പോലെയാണ്. കാരണം ദൈവസന്നിധിയിൽ എത്തുന്ന ഓരോരുത്തരെയും കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സിംഹം പോലെ ഗർജിച്ച് നടക്കുകയാണ്. പക്ഷേ പ്രാർത്ഥന, ആരാധന, അതായത് ബൈബിൾ വായന, സ്തുതികൾ, നമ്മുടെ നാക്കിൽ നിന്നും പരാതി, ഇസ്രായേൽക്കാരൊക്കെ പറഞ്ഞതുപോലെ പരാതിയും പിറുപിറുക്കലും കംപ്ലൈന്റും ഒക്കെ പറയാതെ നമ്മളും വാഗ്ദത്ത നാട്ടില് എത്തണമെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായിരിക്കണം. അല്ലെങ്കിൽ മരുഭൂമിയിലെ അലച്ചിലുകളിൽ നമ്മൾ അവിടെ മരിച്ചു വീഴും. അതിനായിട്ടല്ലല്ലോ നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. മരുഭൂമിയിലെ അലച്ചിലുകളിൽ വീഴാതിരിക്കാനാണല്ലോ. അതുകൊണ്ട് തന്നെ ബൈബിൾ നമുക്ക് ഏറെ പ്രചോദനമാണ്. അതായത് വീണുപോയവർക്ക്, തോൽക്കപ്പെട്ടവർക്ക് ഉള്ളതാണ് ഈ ഒരു ബൈബിളിന്റെ പ്രചോദനം. ദാവീദ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരെ ചിന്തിക്കാറുണ്ട് ദാവീദിന്റെ കാര്യത്തിൽ. ചില വില്ലൻ കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം ദാവീദിനോട്. കാരണം ചോദിച്ചാൽ അത്രയധികം തെറ്റുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് അദ്ദേഹം ചോദ്യം ചെയ്യാതെ, തെറ്റുകൾ ജസ്റ്റിഫൈ ചെയ്യാതെ ഏറ്റു പറഞ്ഞു എന്നാണ്. നമ്മുടെ കുമ്പസാരത്തിന്റെ ഒരു അപാകതയും അതാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവരുടെ കാരണം കൊണ്ടാണ് ഞാൻ ഈ പാപത്തിലായത്, നമ്മളൊക്കെ പരിശുദ്ധരാന്നുള്ള രീതിയിൽ അവരാണ് നമ്മളെ പാപത്തിലോട്ട് നയിച്ചത്. ഈ ഏറ്റുപറച്ചിലിന്റെ അപാകത. ദാവീദിനെ ഒരു വില്ലൻ കഥാപാത്രത്തോട് തോന്നുന്ന ഒരു ഇഷ്ടം പോലെ ദാവീദിനെ ദൈവസന്നിധിയിൽ പ്രസാദമുള്ളവനാക്കിയത് ദാവീദിന്റെ ഏറ്റുപറച്ചിലാണ്. അനുതാപം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാതെ, എല്ലാം ദൈവസന്നിധിയിൽ ജസ്റ്റിഫൈ ചെയ്യാതെ ഏറ്റുപറഞ്ഞ ഒരു വ്യക്തി. ബൈബിളില് നമുക്കറിയാം ദൈവമക്കളും ഉണ്ട്, മനുഷ്യ മക്കളും ഉണ്ട്. ആദം, സേത്ത്, നോഹ, ഷേം, അതുപോലെ തന്നെ കായൻ, ലാമേക്ക്, നിമ്രോദ്. ഈ രണ്ട് തലമുറ, രണ്ട് ലൈൻ ബൈബിളിൽ പോകുന്നുണ്ട്, ദൈവത്തിന്റെ മക്കളും മനുഷ്യ മക്കളും. നമ്മൾ ഏത് ലൈനിൽ വരണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മൾക്ക് കുറച്ച് വീഴ്ചകളും പരാജയങ്ങളും തോൽവികളും ഒക്കെ സംഭവിച്ചെങ്കിലും നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് നമുക്ക് ഏറ്റവും മനോഹരമായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പൂർത്തീകരിക്കാം. ഫിനിഷിംഗ് പോയിന്റ്
മനോഹരമാക്കിയ ഒരു വ്യക്തിയാണ് മോശ പഴയ നിയമത്തിൽ. അതുപോലെ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ സെയിന്റ് പോൾ, ഷൗൽ. ഫിനിഷിംഗ് പോയിന്റ്. അപ്പൊ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഇനി നിരാശരൊന്നും ആവണ്ട. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബൈബിള് ഏറ്റവും വിശ്വാസ യോഗ്യതയാവുന്നത് എല്ലാ വ്യക്തികളുടെ നന്മയും തിന്മയും ഒരുപോലെ വരച്ചു കാട്ടുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പൂർവ്വ മാതാക്കള്, സാറ, റബേക്ക, ലേയ, ഇവരൊക്കെ, അതുപോലെ തന്നെ ബൈബിളിലെ അമ്മമാര്, മോശയുടെ അമ്മ ജോക്കെബെദ്, ഹന്ന, ഇവരെല്ലാവരും ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയും ദൈവത്തെ എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത്, സമർപ്പണം, ആശ്രയം, ഓരോ കാര്യത്തിലും ദൈവത്തെ പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കുടുംബവും തലമുറയും ഒക്കെ രക്ഷപ്പെട്ടത്. ഇപ്പൊ റൂത്തിന്റെ ഒക്കെ നമുക്ക് ഏറ്റവും ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, റൂത്തിന്റെ 2 അമ്മായിമ്മമാർ, ഇപ്പൊ നവോമിയും അതുപോലെ റാഹാബും രണ്ടുപേരും, പിന്നെ ബോവാസിന്റെ അമ്മയാണല്ലോ റാഹാബ്. അപ്പൊ 2 അമ്മായിമ്മമാരും റൂത്തിന് ഏറ്റവും പ്രചോദനം തരുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ കാലുകുത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ കാല് കുത്തൽ കൊണ്ട് എന്ത് വ്യത്യാസമാണ് ഭവനത്തിൽ സംഭവിച്ചത്? ഇപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഫറവോ ജോസഫിനെ പ്രതിയാണ് ഫറവോ ആ ഭവനത്തെ, പൊത്തിഫറിന്റെ ഇതില് ദൈവം ജോസഫിനെ പ്രതിയാണ് പൊത്തിഫറിന്റെ ഭവനം അനുഗ്രഹിച്ചത്. ജോസഫിനെ ഓർത്താണ് ദൈവം പൊത്തിഫറിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചത്. അപ്പോ ഇത് അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ അവിടെയും ഒരു അനുഗ്രഹമാവും. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം, അല്ല ഇത് എന്നോട് കൂടിയുള്ള ചോദ്യമാണ്, നിങ്ങളോട് മാത്രമല്ല. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മുടെയൊക്കെ സ്ഥാനം കൊണ്ട് ആ വീടിന്റെ ഗ്രാഫ് ഏത് നിലയിലോട്ട് പോയി എന്നുള്ളത്, അത് ഉയർച്ചയിലേക്കാണോ താഴ്ചയിലേക്കാണോ എന്നുള്ളത്. അപ്പോ നമ്മുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് എത്രമാത്രം ചലനങ്ങൾ നമ്മുടെ ചുറ്റിനുമുള്ളവർക്ക് നമുക്ക് ചലിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ജോസഫിനെ പ്രതിയാണ് ദൈവം പൊത്തിഫറിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചത്. അപ്പോ ഈ ഇങ്ങനത്തെ നന്മയുടെ പ്രത്യാശയുള്ള ചിന്തകൾ എനിക്ക് നിങ്ങളായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒരു റീക്യാപ്പ് ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കാം. അതായത് ഫസ്റ്റ് സക്കായിയുടെ എന്ന് പറഞ്ഞ ജീസസ് ലുക്ഡ് അപ്പ്, ദാറ്റ് ട്രാൻസ്ഫേർഡ് ദി ഓണർഷിപ്പ്. അപ്പോ സക്കായി എന്ന് പറയുന്നത് മുൻപേ ഓടിയ ഒരു മനുഷ്യനാണ്. പുരുഷാരത്തിന്റെ ആൾക്കൂട്ടത്തിന്റെ മുൻപേ ഓടുന്നവരായി നമ്മൾ മാറുക, വ്യത്യസ്തരാവുക, ആ ഒഴുക്കിനെതിരെ ഓടുക. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവത്തുള്ളൂ. ദൈവം നിങ്ങളെല്ലാവരെയും കുടുംബമായിട്ടും സമൂഹമായിട്ടും അനുഗ്രഹമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.